പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. ഞങ്ങൾ സിനഗോഗിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദാവീദ് യഹോവയോടുള്ള സ്നേഹത്താലും വിശ്വാസത്താലും നിറയപ്പെട്ട ആ മനുഷ്യൻ ഒരു ദേശത്തിന് ദൈവസ്നേഹത്തിന്റെ ശക്തിയുടെ മകുടോദാഹരണമായി വർത്തിച്ചു. ദാവീദിന്റെ സന്തതി പരമ്പര ഇന്ന് ഇസ്രായേൽ ദേശത്ത് ജീവിക്കുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടോ? ദാവീദ് ഇന്ന് തന്റെ സന്തതി പരമ്പരയെ കണ്ടിരുന്നുവെങ്കിൽ അവർ എപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്നും ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. താൻ കാണുന്നവയെക്കുറിച്ച് ദാവീദ് ലജ്ജിക്കയില്ലേ? ഇന്ന് നിറഞ്ഞു കവിയുന്ന പാപം ദർശിക്കുമ്പോൾ ദാവീദ് ദുഃഖാർത്തനാവുകയില്ലേ? ഇതെന്റെ കുടുംബമാണോ? ഇവരൊക്കെ എന്റെ സന്തതികളാണോ എന്ന് ദാവീദ് ചോദിക്കയില്ലേ? താൻ ദൈവത്തിനു വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിലൂടെ നേടിയെടുത്തതെല്ലാം ഇത്ര എളുപ്പം നഷ്ടപ്പെടുത്തിയോ എന്ന് ദാവീദ് അത്ഭുതപ്പെടുകയില്ലേ? ഈ തലമുറയെ ദാവീദ് കുറ്റപ്പെടുത്തുകയില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമസ് എന്നു പേരുള്ളവനും ചെറുപ്പം മുതലേ അറിയുന്നവനുമായ ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു: യേശുവാ, നീ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. ഞങ്ങളുടെ ചിന്താധാരയിലേക്ക് നീ ധാരാളം സംഭാവന ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇത്ര ചെറുപ്പക്കാരനായ ഒരാൾ പ്രകടമാകുന്ന ഈ ജ്ഞാനവും അതിശയകരം തന്നെ. ഇന്നത്തെ ചെറുപ്പക്കാരിലേറെയും നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നീ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരെക്കുറിച്ച് ആലോചിച്ചു പോവുകയാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുള്ള, സിനഗോഗുകളിൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കാത്ത അവർ നഷ്ടപ്പെട്ടു പോയ തലമുറയാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചെറുപ്പക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഈ വിധമായി തീരുന്നതെന്ന് പിന്നീട് ഞാൻ പല മുതിർന്നവരെയും നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. നാട്ടിലെ പ്രമാണികളിൽ മിക്കവർക്കും സ്വന്തം പണത്തെക്കുറിച്ചും പ്രാബല്യത്തെക്കുറിച്ചുമുള്ള ചിന്ത മാത്രമേയുള്ളൂ. അവർ തെറ്റായ ദൈവങ്ങളുടെ മുമ്പിൽ തലകുനിക്കുകയും വിദേശികളുടെയും അവിശ്വാസികളുടെയും സങ്കല്പങ്ങളെ സ്വീകരിച്ച് സ്വന്തം വിശ്വാസത്തിൽ കലർത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ പ്രീണിപ്പിച്ച സ്വന്തം സ്ഥാനങ്ങളും സ്വാധീനങ്ങളും അവർ ഉറപ്പുവരുത്തുന്നു. നീ പറഞ്ഞത് ശരിയാണ് യേശുവ. യഹോവ ഈ ദേശത്തിന് എന്തു സംഭവിച്ചു എന്നോർത്ത് ദാവീദ് അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞതിന് ശേഷം തോമസ് മൗനമായിരുന്നു. സിനഗോഗിലുള്ളവരാകട്ടെ എൻ്റെ വചനങ്ങളെയും തോമസിന്റെ മറുപടിയെക്കുറിച്ചും ധ്യാനിച്ചു കൊണ്ടിരുന്നു. തിരികെ പോകുവാൻ സമയമായപ്പോൾ തോമസ് പുറത്തിറങ്ങി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു: യേശു, എൻ്റെ കുട്ടി, നിന്നെ വീണ്ടും കണ്ടതിൽ ഏറെ സന്തോഷം. താങ്കളെ പിന്നെയും കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട് തോമസ്. ഞാൻ മറുപടി പറഞ്ഞു: നിനക്കറിയുമോ യേശുവ, എപ്പോഴും നീ നിന്റെ വാക്കുകളാൽ സിനഗോഗിലുള്ളവരെ ഈർഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോൾ അയാൾ പുഞ്ചിരിച്ചിരുന്നു. അത് എനിക്കറിയാം. എന്നാൽ ആളുകൾ നിദ്ര ഉണരേണ്ടതിന് സത്യം പറഞ്ഞേ മതിയാകൂ. ഞാൻ മറുപടിയായി പറഞ്ഞു: യേശുവ, നിന്റെ വാക്കുകൾ എപ്പോഴും ജ്ഞാനം നിറഞ്ഞവയാണ്. എന്നാൽ മറ്റു പലരിലും അതില്ല. സൂക്ഷിക്കണം. എന്തെന്നാൽ അവർ നിന്നെ ഉപദ്രവിക്കാൻ ഇടയുണ്ട്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠ നിഴലിച്ചിരുന്നു. ഞാൻ സത്യം പറയേണ്ടിയിരിക്കുന്നു ദൈവസ്നേഹത്തെക്കുറിച്ചും. കാരണം മറ്റൊന്നും ശാശ്വതമല്ല, ദൈവമാണ് സർവസ്വവും. ഞാൻ പറഞ്ഞു: എനിക്കറിയാം, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുട്ടി. എന്നാലും ഈ ആവേശം നിന്നെ കുഴപ്പത്തിലാക്കാതെ ശ്രദ്ധിക്കണം. തോമസ് പറഞ്ഞു: കുറച്ചു സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുള്ളതിനാൽ ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വരുമോ? അയാൾ ചോദിച്ചു. തീർച്ചയായും വരും. താങ്കളോട് സംസാരിക്കുന്നത് എക്കാലവും ഞാൻ ആസ്വദിച്ചിരുന്നു. ഞാനിത് പറയുമ്പോൾ പണ്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നത് ഓർമ്മിച്ചു. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു വീട്. എങ്കിലും ഏകാഗിയായ ഒരു മനുഷ്യന്റെ വസതി എന്ന് കണ്ടാൽ തന്നെ അറിയാം. യേശുവ, നിങ്ങൾക്കറിയുമോ, ഇവിടെയുള്ള കൂടുതൽ ആളുകളുടെയും ധാരണ വയസ്സാകും തോറും ഞാനൊരു ഭ്രാന്തനായി കൊണ്ടിരിക്കുകയാണെന്നാണ്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന ജീവിതശൈലി ആവണം നിങ്ങളുടേത് എന്ന് ഞാൻ പറയുമ്പോൾ അവർ എന്നെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഭാര്യ മരിച്ചതോടുകൂടി ഞാനൊരു ദുർഘട വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. ഇപ്രകാരം പറയുമ്പോൾ അദ്ദേഹം അല്പം ദുഃഖിതനായി കാണപ്പെട്ടു. താങ്കൾക്ക് ഭ്രാന്താണെങ്കിൽ എൻ്റെ സുഹൃത്തെ, എല്ലാവർക്കും അപ്രകാരമായിരുന്നെങ്കിലും ആ ഭ്രാന്ത് അവരുടെ ആത്മാവിന് രക്ഷയായി തീരുമായിരുന്നു. ഞാൻ പുഞ്ചിരിച്ചു. ഞങ്ങൾ ദിവസത്തിന്റെ കൂടുതൽ സമയവും തോമസിന്റെ കൂടെ ചിലവഴിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ജ്ഞാനവും ദൈവസ്നേഹത്തിന്റെ ആഴവും ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ പോകുവാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: യേശുവിനെ ശ്രമിക്കുക. അവനൊരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ അവനെ അറിഞ്ഞിരുന്നു. അവൻ്റെ കൂടെ ദൈവമുണ്ടെന്നും ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ കരം നീട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു: യാത്ര ചോദിക്കുന്നു തോമസ്. മാത്രമല്ല, ദൈവത്തിന്റെ കരം നിന്റെ കയ്യിലുമുണ്ട്. അയാൾ എന്നെ നോക്കി. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കവേ അയാളുടെ മുഖം വെട്ടിത്തിളങ്ങി. ഇനിയൊരിക്കലും അയാൾ ഏകാന്തത അനുഭവിക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നമുക്ക് ഈ രാത്രി തന്നെ പുറപ്പെടണം. ആ പട്ടണത്തിൽ ഇനിയും താമസിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ജെറുസലേമിലേക്ക് പോകുവാൻ സമയമായി. ഇന്ന് രാത്രി തന്നെ യാത്ര തിരിക്കാം. ഞാൻ പറഞ്ഞു: കർത്താവെ, ഉടനെ തന്നെ ഇരുട്ടും. നമുക്ക് വിശ്രമിക്കണ്ടേ? അല്പം ഉദ്യോഗത്തോടെ യൂദാസ് ചോദിച്ചു. സ്നേഹിതരെ, ദിവസത്തിന്റെ കൂടുതൽ സമയവും നമ്മൾ വിശ്രമിക്കുകയായിരുന്നല്ലോ. രാത്രിയിൽ അല്പദൂരം നടന്നുകൊണ്ട് ഒരു കുഴപ്പം വരികയില്ല. എല്ലാവരോടുമായി ഞാൻ അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ യൂദാസിനെ മാത്രമായിരുന്നില്ല സന്തോഷക്കുറവ്. ശിഷ്യന്മാരും മറ്റു ചിലർക്കും രാത്രി യാത്ര അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷെ അത് അപകടമായേക്കും കർത്താവെ. രാത്രി മാത്രമല്ല, പകലുപോലും അല്പം സമയം കിട്ടിയാൽ ഉറങ്ങുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ബർത്തലോമ്യയാണ് പറഞ്ഞത്.
നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. എന്തെന്നാൽ പിതാവ് നമ്മളെ സദാ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രതിവചിച്ചു. മിക്കവാറും സമയങ്ങളിൽ എന്നെ പിന്താങ്ങിയിരുന്ന പത്രോസ് പറഞ്ഞു, ഗുരു, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരം വെളുത്തിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും വിവേകപൂർവമായ തീരുമാനമെന്ന്. രാത്രി യാത്രയിൽ പല അപകടങ്ങളും ഉണ്ടാകാം. പത്രോസേ, നിനക്ക് എന്നിൽ വിശ്വാസമില്ലേ? ഞാൻ ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ അല്പം വിവേകത്തോടു കൂടി വേണം പ്രവർത്തിക്കുവാൻ. അവൻ ഉത്തരം പറഞ്ഞു. പത്രോസേ, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പിന്നെയും ചോദിച്ചു. അങ്ങേക്കറിയാമല്ലോ എനിക്ക് വിശ്വാസമുണ്ടെന്ന്. പക്ഷേ ഇത് അപകടം പിടിച്ച പണിയാണ്. പരുങ്ങി പത്രോസ്. പത്രോസേ, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? അവൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു. ഉവ്വ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്യുന്നതാണ്. ഒരു പരാജയത്തിൻ്റെ മുഖഭാവത്തോടു കൂടി അവൻ പറഞ്ഞു. വിശ്വാസം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന്, പിതാവിനോടുകൂടി സംരക്ഷിതരാണെന്ന്, പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിതരാണെന്ന് യാതൊരു തടസ്സവും കൂടാതെ സ്വീകരിച്ച് അംഗീകരിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്നത് പൂർണ്ണമായും ദൈവേഷ്ടത്തിന് വിട്ടുകൊടുക്കലാണ്. അവിടെ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് വിചാരമില്ല. എന്തെന്നാൽ നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിനക്കറിയാം ദൈവം നിന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന്. യാക്കോബ് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു കർത്താവേ, എന്നാലും മുമ്പോട്ടുള്ള വഴിയിൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അല്പം ഭയമുണ്ട്. ചിലപ്പോഴൊക്കെ ഭയം തോന്നുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്താൽ ഈ ഭയത്തെ തരണം ചെയ്യുമ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസം പ്രകടമാക്കുന്നത്. ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു. ഞങ്ങൾ താമസിച്ചിരുന്ന സത്രത്തിലേക്ക് തിരിച്ചുപോയി. സാധനങ്ങളെല്ലാം എടുത്തു. ഞങ്ങൾ പോവുകയാണെന്ന് കണ്ടപ്പോൾ ഉടമസ്ഥൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മറ്റു കുറേ വേലക്കാരെയും കൂടി സ്വതന്ത്രരാക്കാൻ പോവുകയാണോ? എന്നിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ആ പെൺകുട്ടിയെ സംബന്ധിക്കുന്ന സംഭവത്തിൽ തന്നെ പത്രോസിന്റെ സമനില തെറ്റാറായതായിരുന്നു. അതിനുകൂടെ രാത്രിയിൽ നടക്കണമെന്ന കാര്യവുമായപ്പോൾ, ആ അസഹ്യത കൂടെ ആയപ്പോൾ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ മുമ്പോട്ട് കുതിച്ചുകൊണ്ട് ഉടമസ്ഥന്റെ കഴുത്തിൽ പിടിക്കുകയും ചെയ്യുന്നു. പത്രോസ്, ഞാൻ കർക്കശമായ സ്വരത്തിൽ വിളിച്ചു. കോപത്തിന് താൻ പിടികൊടുത്തു എന്ന് ചടുതിയിൽ മനസ്സിലാക്കിയ പത്രോസ് പെട്ടെന്ന് അവിടെ നിന്നു. പത്രോസ് ഞങ്ങളുടെ അരികിലേക്ക് തിരിഞ്ഞു. ഉടമസ്ഥൻ പുറകിൽ നിന്ന് വിളിച്ചുകൂവി. ശരിക്കും വർഗലക്ഷണം ഒത്തിണങ്ങിയ ഒരു ഭീരു. കൂട്ടുകാർ തിരിച്ചു വിളിച്ച് തടയുമെന്ന് അറിയാവുന്നതിനാൽ ധൈര്യം ഭാവിക്കുന്നില്ലേ, വീരനല്ലേ അവൻ. എന്നിട്ട് അയാൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. സത്രത്തിലുള്ള മറ്റു ചിലരും ആ ചിരി ഏറ്റുവാങ്ങി. നിയന്ത്രണങ്ങൾ ഏറ്റുവാങ്ങി ലജ്ജയാൽ വിഷമിക്കുന്നവനായി പത്രോസ് എൻ്റെ അരികിൽ വന്നു നിന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, ഈ നിയന്ത്രണങ്ങളെ ഗവനിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നീ എന്നോടുള്ള അഗാധ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഗുരു, പത്രോസ് പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആ സത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും ചിരിയുടെ അലകൾ കേൾക്കാമായിരുന്നു. ഞാൻ പത്രോസിനോട് പറഞ്ഞു, നീ വലിയ ധീരനായ ഒരു മനുഷ്യനാണ്. എന്തെന്നാൽ നീ ഇപ്പോൾ പ്രവർത്തിച്ച പോലെ ചെയ്യണമെങ്കിൽ വലിയൊരു ഹൃദയവും ഉറച്ച ചേതനയും ആവശ്യമാണ്. നീ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു എൻ്റെ സുഹൃത്തെ. ഉള്ളിൽ നീർക്കൊണ്ട് പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ കൂടെ ദൈവത്തിൻ്റെ വഴിയെ നടക്കുക എന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ നിരുത്സാഹജനകമാണ്. എനിക്കറിയാം എൻ്റെ സ്നേഹിത. പക്ഷേ ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി നിന്റെ കൂടെ ഉണ്ടെന്നറിയുക. എന്നോട് സഹായമൊന്ന് ചോദിച്ചാൽ മാത്രം മതി, അത് നിൻ്റേതാണ്. ഞാൻ വളരെ മൃദുവായി മറുപടി പറഞ്ഞു. വേഗം തന്നെ യാക്കോബും യോഹന്നാനും അന്ത്രയോസും പത്രോസിൻ്റെ അരികിലെത്തി. യാക്കോബ് പത്രോസിൻ്റെ സഞ്ചി എടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചുമന്നുകൊള്ളാം. അന്ത്രയോസ് പറഞ്ഞു, സഹോദരാ, എനിക്ക് താങ്കളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. താങ്കൾ വഴക്കടിക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾക്കെല്ലാവർക്കും താങ്കൾ അനുസരണയുടെയും എളിമയുടെയും മാതൃകയാവുകയായിരുന്നു. നേരാണോ? പത്രോസ് ചോദിച്ചുകൊണ്ട് അല്പം നിവർന്നു നിന്നു. യോഹന്നാൻ പറയാൻ തുടങ്ങി, പത്രോസ്, ഞാൻ യഥാർത്ഥത്തിൽ താങ്കളെ ആദരിക്കുകയാണ്. തെറ്റുപറ്റുന്ന നിമിഷത്തിൽ തന്നെ അത് എവിടെയാണെന്ന് പറ്റിയതെന്ന് തിരിച്ചറിയുവാനും തിരുത്തുവാനും നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ നിന്ന് ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പത്രോസ് തൻ്റെ വല്ലായ്മയൊക്കെ ഏതാണ്ട് മറന്ന മട്ടായി. എന്നിട്ട് പറഞ്ഞു, വരൂ, നമുക്ക് ജെറുസലേമിന് പോകണ്ടേ? യൂദാസ് പതുക്കെ എൻ്റെ അടുത്ത് വന്ന് മന്ത്രിച്ചു, ഗുരു, നമുക്ക് കുറച്ച് പണം കൂടി വേണം. സമ്മാനങ്ങളും പിന്നെ ആ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കാൻ കൊടുത്തതും ഒക്കെ വലിയ ചിലവായിരുന്നല്ലോ. എൻ്റെ കൈവശമുള്ള രഹസ്യ കരുതൽ പോലും തീരാറായി. ആകുലതയുടെ ആവശ്യമില്ല. എന്തെന്നാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പിതാവ് തരുന്നു. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ നിന്റെ കൈവശം ഇനിയും എത്രമാത്രം കരുതലുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. ഞാൻ അന്വേഷണ ഭാവത്തിൽ ചോദിച്ചു. എൻ്റെ അരികിൽ നിന്ന് ഉടനെ മാറിപ്പോയ യൂദാസ് പിന്നീട് ആ യാത്രയിൽ എന്നോട് മിണ്ടിയതേയില്ല. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളത്തെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.